ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനമാണ്. അതിൽ ഇപ്രകാരം പറയാണ്, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം. ആദ്യത്തെ കാര്യം പോസിറ്റീവാണ്. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്നും പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെയാവും. അല്ലേലിയാ, പൂഴിയിൽ എഴുതിയ പേര് പോലെയാവുന്ന വെച്ചാൽ, മണപ്പുറത്ത് നിങ്ങൾ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, മണപ്പുറത്ത് നിങ്ങൾ ഓടാൻ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓടിപ്പോയി കഴിയുമ്പോൾ ഒരു തിരമാല വന്ന് കയറി കഴിയുമ്പോൾ എന്താ എന്നാൽ ഈ കാൽപ്പാടങ്ങളെല്ലാം വീണ്ടും ഇല്ലാതാകും. അതേപോലെ പറയണം, വചനം പറയാ, ജെറമിയ പ്രവാചകൻ പറയാ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ. അപ്പോൾ കർത്താവ് പ്രത്യാശയാണ്. പക്ഷേ രണ്ടാമത്തെ ഭാഗം പറയുന്നത് വളരെ ദുഷ്കരമാണ്. എന്താ? അങ്ങേ ഉപേക്ഷിക്കുന്നവർ. അപ്പോൾ ഉപേക്ഷിക്കാതിരിക്കുന്നവർക്ക് നൽകുന്ന ഒരു കൃപയാണ് പ്രത്യാശ. ദൈവത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ പ്രത്യാശയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചാൽ സംഭവിക്കുന്ന കാര്യം എന്താ പറഞ്ഞാൽ, അവർ പൂഴിയിൽ എഴുതിയ പേര് പോലെയായിത്തീരും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ, ലാഭങ്ങൾക്ക് വേണ്ടിയോ, കുട്ടികളുടെ രോഗത്തിന് വേണ്ടിയോ, അങ്ങനെയുള്ള മേഖലകൾക്ക് വേണ്ടി ആഭിചാര പ്രവൃത്തികൾക്ക് പോകുകയാണെങ്കിൽ നാശമായിരിക്കും. ഒരു കുടുംബം അകലെ നിന്ന് ഇവിടെ വന്നു, വലിയ അകലേന്നാണ്, 100-300 കിലോമീറ്റർ അകലേന്നാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും, മകൻ പള്ളിയിൽ പോവില്ല, മകൻ പ്രാർത്ഥന നടത്തില്ല, ഒരു കാര്യം നടത്തില്ല. അവൻ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങനെ പറഞ്ഞ് നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അറിയുന്നത്, മകൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ആ വ്യക്തിയുടെ അടുത്ത് പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞു. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ മോളെയും വിളിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ അടുത്ത് പോയി ഒരു പൂജകളും ക്രിയകളും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായി, മകന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അല്ലേലിയാ, അപ്പനാണെങ്കിൽ വന്നിട്ടില്ല, അപ്പനാണ് ചെയ്തത്. ഞാൻ പിന്നെ വീണ്ടും അപ്പനോട് വരാൻ പറഞ്ഞത് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ്. ഗൗരവം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയാം, ഇത്രമാത്രം ഗൗരവമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ലേലിയാ. നിങ്ങൾ കറണ്ട് വന്ന് തൊട്ട് നോക്കി, ഇത്രമാത്രം ഗൗരവമാണ് കറണ്ടെന്ന് എനിക്കറിയില്ല. എന്തുണ്ടാവും? ഷോക്ക് അടിച്ച് വീഴോ? അത് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. തൊട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. തൊട്ട് നോക്കാതെ നിങ്ങൾ പറയരുത്. കാരണം എന്താ? തൊട്ട് നോക്കിയാൽ അതിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാം. സ്നേഹമുള്ളവരെ, ഞാൻ അച്ഛൻ്റെ പറയുന്നതിൻ്റെ കാരണം, പലവരും കണ്ണുനീരൊഴുക്കിയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ടും പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അച്ഛാ തെറ്റിപ്പോയി. കാരണം നമ്മുടെ ദൈവം നമ്മൾ വിചാരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം വേണ്ടതെല്ലാം നമുക്ക് നൽകുന്നൊരു ദൈവമാണ്. നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമാണോ അതെല്ലാം നൽകുന്ന ദൈവമാണ്. അല്ലേലിയാ. ആ മനുഷ്യൻ സഹോദരൻ വീണ്ടും വന്നു, മക്കളെയും കൊണ്ട് വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മകൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. മകൾക്ക് രോഗങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് വരുന്ന രോഗം ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ PCOD. അത് ഗർഭപാത്രത്തിൽ വഴുന്ന മുഴകൾ, നീർക്കെട്ടുകൾ, അല്ലേ? അതാണ് PCOD. എനിക്ക് PCOD എന്താണെന്നറിയില്ല, കേട്ടു. അല്ലേലിയാ. കാരണം എന്താ? ഒന്നാം പ്രത്യാശയായ മിശിഹായെ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരായിത്തീരും. അല്ലേലിയാ. വചനം കറക്റ്റ് അല്ലേ? ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം. അപ്പോൾ ഒരു കൊച്ചിൻ്റെ രോഗം മാറാൻ വേണ്ടി ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന അടുത്ത് കൊണ്ടു ചെന്നപ്പോഴത് രോഗമല്ല മാറിയത്, ആ കൊച്ചിൻ്റെ ഗർഭപാത്രത്തിൻ്റെ മേൽ ബ്ലോക്ക് വന്നു. ദൈവം ചെയ്തോ? യേശു ചെയ്തോ? ഇല്ലല്ലോ. ആര് ചെയ്തു? ഈ മനുഷ്യൻ ഇഷ്ടപ്രകാരം പോയി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലേലിയാ. ഈ മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് 10 കൽപ്പനയിൽ ഏറ്റവും പ്രമാണം 1-ാം പ്രമാണമാണെങ്കിൽ അത് എന്തുകൊണ്ട് ദൈവം ആദ്യം വെച്ചു എന്ന് പറഞ്ഞാൽ, അത് ലംഘിച്ചാൽ ബാക്കി 9 ലംഘിക്കും. അല്ലേലിയാ. ഇതിൻ്റെ ഈടവചനങ്ങളാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-ഉം 3-ാമത്തെ അധ്യായത്തിൽ 13-ഉം. അതിൽ പ്രകാരം പറയാണ്,
രണ്ടാമത്തെ അധ്യായത്തിൽ 13 പറയാണ്, എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും. അപ്പോൾ ഒരു കൽപ്പനയെ ലംഘിച്ചോളൂ. പക്ഷേ ഇവിടെ രണ്ട് കാര്യം പറയാം. ഒന്ന്, അവർ രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത് പറയാണ്, എന്തെന്നാൽ അവർ ജീവജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കണ്ടെത്തി. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ടുമുറയാണ്, ആകാശങ്ങളെയും ഭയന്ന് നടങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളിച്ചെയ്യുന്നു. അവയെ പറയുന്ന കാര്യം ആകാശങ്ങളെ ഞെട്ടിവിറയ്ക്കാനാണ്, പ്രമ്പം കൊള്ളാനാണ്. കാരണം എന്താ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു വലിയ കാര്യമാണ്. ജെറമിയ പ്രവാചകൻ എന്തുകൊണ്ട് തല്ലുകൊണ്ടെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ജെറമിയ പറയുന്നത് ആ ജനത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ആ ജനത്തിന് സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജനം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല എന്തായിരുന്നു വെച്ചാൽ ഇതിനെതിരെയുള്ള മേഖലയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദൈവവിശ്വാസത്തിനെതിരെയുള്ള മേഖലയായിരുന്നു വെച്ചായിരുന്നു. അതുകൊണ്ടാണല്ലോ ജെറമിയ പ്രവചിച്ച എവിടെ പൊട്ടക്കിണത്തിൽ ചെളി ഉള്ള രാജാവ് കേൾക്കുമ്പോൾ രാജസേവകന്മാരെ വിട്ട് ആ മനുഷ്യനെ മോചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചിലർ ഇതിനെ ധിക്കരിക്കുന്നുണ്ട്. ഇത് കൊള്ളില്ലാന്ന്. ഒരു ചേട്ടനെ 4-5 വർഷം മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ചേട്ടൻ പുലർച്ചയെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ വിളിച്ചപ്പോൾ പറയാം, മകൻ ഇപ്പം മാനസിക രോഗിയായി ഫാദർ. എല്ലാം തകർന്നു. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട്. പക്ഷേ എന്തായി, ഇപ്പം എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് ഈ വർഷങ്ങളായിട്ട് അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വെറുതെ പറഞ്ഞത്, ആകാശങ്ങളെ ഭയന്ന് നടക്കുവിൻ. ഈ മനുഷ്യരുടെ പേര് പറഞ്ഞതില്ലേ, ഇസ്രായേൽ എന്ന് പറഞ്ഞതില്ലേ, അല്ലേ, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞതില്ലേ, അല്ലേ, സീറോ മലബാർ സഭക്കാരെ, സീറോ മലങ്കര സഭക്കാരെ, ലത്തീൻകാരെ എന്ന് പറഞ്ഞ ഒറ്റ കാര്യം തീർന്നില്ലേ? ഇനി കൂട്ടിക്കോ, ഓർത്തഡോക്സുകാരെ, യാക്കോബിറ്റുകാരെ, CSക്കാരെ, മാർത്തോമക്കാരെ പറഞ്ഞില്ലല്ലോ. ആകാശങ്ങളെ ഭയന്ന്. കാരണം ഈ ആകാശം സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ആകാശത്തെ വിരിച്ചു നിർത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. കാരണം എന്താ, ഈ ആകാശത്തിൻ്റെ മേൽ പല അടയാളങ്ങളും നൽകിയിരിക്കുന്നത് ദൈവവും പ്രവാചകന്മാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. റെയിൻബോ ആര് തന്നതാ? നോഗയുടെ കാലത്ത് ദൈവം അവൻ അടയാളമായിട്ട് നൽകിയതാ. അപ്പോൾ ഈ ലോകത്തിൽ സകല സൃഷ്ടികളും ദൈവമാണ്. അതുകൊണ്ട് ആകാശങ്ങളെ നിങ്ങൾ ഭയന്ന് വിറയ്ക്കുവിൻ. എന്തെന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഞെട്ടി വിറയ്ക്കാനുള്ളതാണ്. നിങ്ങൾ 2 കൽപ്പന ലംഘിച്ചു. ഒന്ന്, ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ സാധ്യമല്ലാത്ത പൊട്ട. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ജലം സംഭരിക്കാവുന്ന വലിയ ഒരു ഉറവയാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആരെ പിടിക്കാനാണ് പോകുന്നത്? ഒരു പൊട്ടക്കിണർ സൂക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു. അപ്പൊ ഈ പ്രമാണം ലംഘിച്ചു, നീ മറുതലിച്ചു. പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ നീ കാഴ്ചവെച്ചു. നീ എന്നെ അനുസരിച്ചില്ല. ഹല്ലേലൂയ. പച്ചമരങ്ങൾക്ക് കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു, നീ എന്നെ അനുസരിച്ചില്ല. ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഉടമ്പടി തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും, എന്ത് സഹനങ്ങൾ വന്നാലും ആഭിചാര പ്രവൃത്തികൾക്ക് നമ്മൾ തുനിയരുത്, പോകരുത്.